ഓക്കെ. ശ്രീ എ സജീവൻ, ഒരു ന്യായമുണ്ടാവേണ്ടേ പറയാൻ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. 10 വർഷം അധികാരത്തിലിരുന്നൊരു സർക്കാർ പുറത്തേക്ക് പോവുകയും മറ്റൊരു സർക്കാർ അധികാരത്തിലേറുകയും ചെയ്യുമ്പോൾ നിയമപരമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ കോടതി ഉത്തരവുണ്ട്, കോടതി പറഞ്ഞാൽ കേൾക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കോടതി പറഞ്ഞിട്ട് കേൾക്കാതെ അപ്പുറത്ത് 1.5 വർഷമായി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറുചോദ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതി പുനരന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ നാട്ടിലുള്ള മുഴുവൻ മാധ്യമങ്ങളിലൂടെയും, ഈ നാട്ടിലുള്ള മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലൂടെയും, ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും കണ്ട ദൃശ്യങ്ങൾ കേരള പോലീസിന്റെ കൈവശമില്ല എന്ന് പോയി റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിലുണ്ടല്ലോ എന്ന് കോടതി ചോദിക്കുന്നത്. പിന്നീട് ആ ദൃശ്യങ്ങൾ കളക്ട് ചെയ്ത് കോടതിയെ കാണിക്കുമ്പോൾ കോടതിക്ക് കിട്ടുന്ന ബോധ്യത്തിൽ നിന്നാണ് അന്വേഷണം നടത്തണം എന്ന് പറയുന്നത്. എന്നിട്ട് 1.5 വർഷമായിട്ട് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഭരണത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ മിണ്ടാനില്ല എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? അതിനൊരു മര്യാദ വേണ്ടേ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഇതിനോടുള്ള പ്രതികരണം പോലും മര്യാദ പാലിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഞാൻ ജയചന്ദ്രനെ അനുമോദിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ടും ഇതിനോട് യോജിച്ചു. അദ്ദേഹം ഇടതുപക്ഷ നിരീക്ഷകനാണെങ്കിൽ പോലും അദ്ദേഹം പറയും ഇത് തെറ്റാണ്, ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. നമ്മൾ അന്ന് കണ്ടാണല്ലോ, ആ ദിവസം മുതൽ ഇന്ന് പോലും നമ്മൾ ആ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കണ്ടതാണ്. അത്ര ഭീകരമായിട്ട്, അതായത് മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതായത് ഈ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ട കാക്കിയിട്ട ആളുകൾ അവിടെ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഈ 2 പേര്, കറുത്ത വേഷധാരികളായിട്ടുള്ള 2 പേര് വന്നിട്ട് ഭീകരമായിട്ട് അടിച്ച് തകർക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം, മാധുവിന്റെ നേരത്തെയുള്ള ചോദ്യം വളരെ കൃത്യമായിരുന്നു. ഇതിൽ തെറ്റ് ആരുടെ ഭാഗത്താണ്? പോലീസുകാർ ഉപകരണങ്ങൾ മാത്രമാണ്, അവരോട് പറഞ്ഞതേക്ക് അവർ ചെയ്യുള്ളൂ. അവരെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിച്ച ആളുകൾ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും അത് വളരെ അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്ന പോലും ക്രൂരമായിട്ടുള്ള നടപടിയാണ്. ആർക്ക് തല്ലുകൊണ്ടാലും, KSUക്കാരന് തല്ലുകൊണ്ടാലും, യൂത്ത് കോൺഗ്രസ്സുകാരന് തല്ലുകൊണ്ടാലും, DYFIക്കാരന് തല്ലുകൊണ്ടാലും ഒക്കെ ഇതേ രീതിയിലാണ് എങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഇവിടെ ആ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കേണ്ട ആളുകൾ, മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആളുകൾ, അദ്ദേഹം കാറിൽ പോവുകയാണ്, അദ്ദേഹം കാറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പ്രക്ഷോഭകർ എന്ന് പറയാവുന്ന ആളുകൾ, ചെറുപ്പക്കാര്, അവര് കാറിന് നേരെ കല്ലെറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അവര് കരിങ്കൊടി വീശി എന്ന് പറയുന്നത് സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം ചോദിച്ചു, നമ്മൾ കേട്ടില്ലേ? കരിങ്കൊടി വീശുക എന്ന് പറയുന്നത് അത്രയും ഭീകരമായ പാതകമാണോ? അതൊരു സമരമാർഗമല്ലേ എന്ന് സുപ്രീം കോടതി പോലും അടുത്ത ദിവസങ്ങളിലാണ് ചോദിച്ചിട്ടുള്ളത്. അതേ ഈ വിഷയത്തിലല്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ ഇറങ്ങി വന്നിട്ട് ഇത്രയും ഭീകരമായിട്ട് ഇവരെ ഇങ്ങനെ അടിച്ച് തകർക്കുക, അവരുടെ തലമണ്ട പൊട്ടിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ. മാത്രമല്ല ശ്രീ എ സജീവൻ, ഇവരുടെ കയ്യിൽ ഈ ഉപയോഗിച്ച പത്തൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊരു ചോദ്യമാണ്. അത് ലാത്തിയല്ല, അത് അന്ന് തന്നെ ചോദിക്കുന്നതാണ് ശ്രീ എ സജീവൻ. പക്ഷെ ആർക്കും അതിന് മറുപടിയില്ല, ആരും അതിനോട്ട് മറുപടി പറയാൻ തയ്യാറുമല്ല. അത് പക്ഷെ പോലീസ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരു മാരകായുധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടില്ലാത്ത, ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത ഒരു ആയുധം, ഒരു പത്തൽ എങ്ങനെയാണ് ഈ ഗൺമാന്മാരുടെ കയ്യിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ എല്ലാവരും വന്ന് ചോദിച്ചിട്ടില്ലേ? എന്തെങ്കിലും മറുപടി കിട്ടിയോ? ഇല്ല, അതാണ് ആ മറുപടി ഇല്ലായ്മ മാത്രമല്ല, അതിനെ ന്യായീകരിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആളുകൾക്ക്, അവർ പോലീസുകാരനെ ആണെങ്കിൽ പോലും അവർ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആളുകളുടെ കയ്യിൽ തോക്കല്ലാതെ, റിവോൾവർ അല്ലാതെ മറ്റൊന്നും, ലാത്തി പോലും ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ ഇത്രയും ഭീകരമായി അടിച്ചൊതുക്കാൻ പറ്റുന്ന ആയുധം അവരുടെ കയ്യിൽ കിട്ടുന്നത് എങ്ങനെയെന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഇത് പൂർണ്ണമായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്, നടപടി എടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലും അതുകൊണ്ടാണ് ഇവിടെ പോലീസുകാർ എല്ലാ കാലത്തും ഇപ്പൊ ശരിയാണ്, ജയേന്ദ്രൻ പറഞ്ഞ പോലെ രാജൻ കേസിന്റെ കാലത്തൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായി എന്നതുകൊണ്ട് ഇന്ന് ഇതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അന്നങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പിന്നീട് അതിന് ശേഷമാണല്ലോ നമ്മൾ മാതൃകാ പോലീസ് എന്ന ഈ പേരിലൊക്കെ ഓമന പേരിട്ട് വിളിച്ചിട്ടുള്ളത്. മാതൃകാ പോലീസ് എന്ന് പറയുമ്പോൾ മാതൃകാ പോലീസ് സ്റ്റേഷന് മുകളിൽ അങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ട് മാതൃകാ പോലീസ് ആയാൽ പോരാ. പോലീസ് ഏതൊരു രംഗത്താണെങ്കിലും
പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിലാണെങ്കിൽ അവര് മാതൃക കാണിക്കണം. അവർക്ക് പറഞ്ഞ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കൽ പോലും ഈ നിയമത്തിനപ്പുറത്തേക്ക് കോടതി നടപ്പാക്കേണ്ട ശിക്ഷ പോലീസുകാർ നടപ്പാക്കേണ്ടതില്ല. അവര് തടയേണ്ടതുണ്ടെങ്കിൽ തടയാം. അവര് അക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ നേരിട്ട് വെടിവെച്ചാൽ ഇത് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ച് വെടിവെക്കാൻ പറ്റുമോ? നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്തും ഈ ജലപീരങ്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത്? അതായത് നേരിട്ടുള്ള റബ്ബർ ബുള്ളറ്റ് പോലും പ്രയോഗിക്കാൻ പാടില്ല. അതിന് പകരം ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് അവരെ തടയുക. ഈ തടയലാണ്, അക്രമങ്ങളെ തടയലാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിന് പകരം ഇങ്ങനെ ലാത്തി ഉപയോഗിക്കാൻ പറ്റുന്നവന്റെ കയ്യിലും ലാത്തി ഉപയോഗിക്കാൻ പാടില്ലാത്തവരുടെ കയ്യിലൊക്കെ ഇത്തരത്തിൽ ആയുധം പോലും അല്ലാത്ത, താങ്കൾ പറയാം പത്തലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നുള്ളതാണ്. എവിടെയെങ്കിലും വെച്ച് കരിങ്കൊടി കാണിക്കുകയാണെങ്കിൽ തലയടിച്ച് പൊട്ടിക്കാൻ ആ സംഘം പ്രിപ്പയർഡ് ആയിരുന്നു എന്നതിന്റെ ഏറ്റവും ദൃശ്യമായ ഉദാഹരണമായിരുന്നു അത് എന്നുള്ളതാണ് ആ ആയുധ പ്രയോഗത്തിലൂടെ കൂടി അന്നു മുതൽ തന്നെ വെളിപ്പെട്ടത് എന്നതാണ് പ്രധാനം. ഒരിടവേള. Debate with Madhu Saji.